മേഘാലയ മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്ക് നിർദ്ദേശിച്ച് ഹൈക്കോടതി. നിയമലംഘനത്തിന് ചുരുങ്ങിയത് 5000 രൂപ പിഴ ഈടാക്കണം. ഒന്നിലേറെ നിയമലംഘനങ്ങൾ ഉണ്ടെന്നും ഓരോന്നിനും 5000 രൂപ പിഴ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയൊരു വീഡിയോ ഉണ്ട്. ഭയങ്കര സന്തോഷമുണ്ടാക്കിയ വിധി എന്നതാണ്. ഈ ഒരു വിധിയും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ യുവാക്കളെ, വിധിയല്ലട്ട ഈ ഒരു സംഗതി പറഞ്ഞുകൊണ്ടാണ്, വാഹന മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയും പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലെ യുവാക്കളെ വോട്ട് മുഴുവൻ UDF വാങ്ങിച്ചത് എന്ന് പറയുന്നൊരു വർത്തമാനം അവിടെ കിടക്കുന്നുണ്ട്. അവിടെ കിടക്കട്ടെ. ഇതിന്റെ ഭാഗമായിട്ട് പിള്ളേര് മുഴുവൻ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വോട്ട് ചെയ്തു അത്രേ. എന്തായാലും അവർ ജയിച്ചു. ആ ജയിച്ച ആളുകൾക്ക് ഇപ്പം മുഴുവൻ മെല്ലെ മെല്ലെ ഇങ്ങനെ ഓരോ മൂലയ്ക്കുന്ന പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പതുക്കെയാണ് പണിയൊക്കെ കിട്ടുന്നത് കേട്ടോ. പെട്ടെന്നുള്ളൊരു പണിയൊന്നുമല്ല, വളരെ പതുക്കെയാണ് ഇപ്പം ഇങ്ങനെ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും 8ന്റെ പണി കിട്ടും. നമ്മുടെ പിള്ളേർക്കും പണി കിട്ടി കേട്ടോ. 5 കിലോ അരി കിട്ടിയിരുന്നത് ഇപ്പോൾ 4 കിലോ അരി ആയിട്ടുണ്ട്. നാട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടായിരിക്കും അല്ലേ? അങ്ങനെ സന്തോഷമാവണം. അങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മുടെ പിഴിയാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വാഹന മോഡിഫിക്കേഷൻ. എൻ്റെ പൊന്നും മക്കളെ, ഈ മാതിരി ചിരിയുടെ വർത്തമാനം കേട്ടുകൊണ്ട് നിങ്ങൾ വാഹന മോഡിഫിക്കേഷൻ നടത്താൻ നിൽക്കണ്ട. ഓരോ മോഡിഫിക്കേഷനും 5000 രൂപ വെച്ച് പണി കിട്ടും. എല്ലാം കൂടി ഒരുമിച്ചല്ല, ഓരോന്നിനും സെപ്പറേറ്റ് പണി. ആ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ 19,000 രൂപയ്ക്ക് ചിലപ്പോൾ പോണൊരവസ്ഥ ഉണ്ടായിരിക്കും. കണ്ടോ? തീവ്ര വെളിച്ചമുള്ള LED ലൈറ്റുകൾ, കളർ ലൈറ്റുകൾ എന്നിവ പാടില്ല എന്നും കോടതി വ്യക്തമാക്കി. NK ഷിജു, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി തത്സമയം. ഇനിയിപ്പോ വിശദാംശങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാര്യങ്ങൾ ഏകദേശം തീരുമാനമായിരിക്കുന്നു. നമ്മുടെ നാട്ടില് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ പരിപാടി വേണ്ട എന്ന് തന്നെയാണ് നടക്കുന്നത്. ഇന്ന് ഞാൻ കണ്ട വേറൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ അരി കൊടുക്കൽ എന്ന് പറയുന്ന വിഷയം നമ്മുടെ നാട്ടിലെ പുതിയ മന്ത്രിമാരുടെ അവസ്ഥ നോക്കുന്ന സമയത്ത് പലർക്കും തങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വകുപ്പിനെ കുറിച്ച് യാതൊരു വിധത്തിലെ ബോധവുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 5 കിലോ അരി വീതം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള പറഞ്ഞ ധാരണ പോലുമില്ല. ഇപ്പൊ പറയുകയാണ് അത് ആകെ പ്രശ്നമായപ്പോൾ ഒരു സംഗതി വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. അത് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ആ വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒഫീഷ്യൽ ലെറ്റർ ഞാൻ കൈമാറിയിട്ടുണ്ട്. അത് ഉടനെ തന്നെ അതിന് സമയത്ത് തീരുമാനം എടുക്കും. കുത്തരി കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും അക്കാര്യത്തിൽ ഉണ്ടാവുകയില്ല. അത് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ആലോചിച്ച് ആ പദ്ധതി ആവിഷ്കരിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഞാൻ ഈ വിഷയം കൊണ്ടുവന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി അക്കാര്യത്തിലുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള 1-2 മാറ്റേഴ്സും കൂടി ഓണം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക്. എന്റെ പൊന്നിടാങ്ങളെ, ഒരു 5 കിലോ അരി കൊടുക്കുന്ന പരിപാടിയാണ് പറയുന്നത്. ഇമാതിരി ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ടും എങ്ങനെയാണോ നടന്നിരുന്നത് അതേ പ്രോസസ്സ് തന്നെ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇവർക്ക് അതിനൊന്നും സമയമില്ലെന്നേ. ഇവർ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടക്കുന്നത് തോന്നുന്നുണ്ട് അല്ലേ? നമ്മുടെ നാട്ടുകാരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിരുന്നു ഇദ്ദേഹത്തിനടക്കം താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ? വിലക്കയറ്റത്തിന്റെ എക്സ്ട്രീം ലെവലാണ് ഈ കാണുന്നത്. 1 കിലോ പഞ്ചാരക്ക് 70 റുപ്യ. എന്താ എങ്ങനെയുണ്ട്? നിങ്ങളൊക്കെ എത്ര രൂപയ്ക്കാ വാങ്ങിച്ചേ? നമ്മുടെ വിപണിയിൽ ഇടപെടുന്നില്ല എന്നർത്ഥം. കുറച്ചുമ്പോ കാണിച്ചത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ്. നമ്മുടെ ഈ പറയുന്ന പരിപാടിയിൽ ഇവരിടപെട്ടിട്ടേയില്ല. ഓണം എന്ന് പറയുന്നത് ഒരു വില കൂടിയ ഓണമായിട്ട് മാറും. ഇനി ഇതിനിടയ്ക്കും തള്ളിനൊരു മാറ്റമില്ല. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ശരിക്കും പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് വരും എന്ന് താങ്കൾ വിചാരിച്ചിരുന്നു? ഞാൻ കരുതിയില്ല അദ്ദേഹം വരുമെന്ന്. ഞാൻ കരുതി. പക്ഷെ അദ്ദേഹം വന്നപ്പോൾ എന്ത് തോന്നി? അല്ല, എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയും ഞാൻ പ്രതിപക്ഷ നേതാവും ആയിട്ട് 5 കൊല്ലം ഇരുന്നതല്ലേ. അപ്പൊ കുറെ കൂടി ഗൗരവം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തെ പോലെ 10 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവായി അപ്പുറത്തിരിക്കുമ്പോൾ ഞാൻ കുറെ കൂടെ സീരിയസ് ആവും. ഞാൻ കുറെ കൂടെ ഗൗരവം വളരെയധികം ഗൗരവമാണ്. ആ ഗൗരവം ഇപ്പൊ കേരളം ഏകദേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, 70 രൂപയാണ് പഞ്ചസാരയ്ക്ക്. നിങ്ങളൊക്കെ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചൊന്ന് പറ്റുമെങ്കിലൊന്ന് കമന്റ് അടിക്കണേ. അങ്ങനെ പഞ്ചസാര മറ്റേ കടയിൽ പോയിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഉണ്ടായിരിക്കാം കേട്ടോ. ഇനി അടുത്തത്, മുഴുപ്പിണറായി ആണെന്ന് പറയുന്നില്ല, അരപ്പിണറായി ആണെന്ന് പോലും പറയുന്നില്ല. എന്നാൽ ഒരു കാൽ പിണറായി അല്ലെങ്കിൽ ഒരു അങ്കുലെങ്കിലും പിണറായി ഉണ്ടോ? അതൊരു ഗംഭീര ചോദ്യമായി. ഒരു അരപ്പിണറായി അല്ലെങ്കിൽ കാൽ പിണറായി അല്ലെങ്കിൽ ഒരു തരിമ്പെങ്കിലും പിണറായി ആവാൻ നിങ്ങൾക്ക് കഴിയുമോ? പറ്റൂല. ഇനി അദ്ദേഹത്തിന് മറുപടിയുണ്ട്. ഒരു പിണറായിയെങ്കിലും ആവുന്നതാണ് നല്ലത് എന്ന് VD സതീശ് എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടക്കം തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്ന് കേൾക്കുക തന്നെ വേണം. പിണറായി വിജയന്റേതായ
നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ടാവും. വി ഡി സതീശൻ്റെതായ നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ കുറെ നല്ല വശം എടുത്ത് മോശം വശങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയന്റെ നല്ല വശം ഏതാണെന്ന് നോക്കിയിട്ട് അതുകൂടി ഞാൻ എടുത്ത അപ്പൊ പിണറായി എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. എങ്ങനെയുണ്ട്? അതായത് പിണറായി വിജയന്റെ നല്ല വശങ്ങൾ, അതായത് ഇത്ര കാലം പിണറായി വിജയനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ച് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില രീതികളൊക്കെ നല്ലതാണ്. അതെടുത്തിട്ട് ഒരു പിണറായി എന്നുള്ള പേര് വിളി തനിക്ക് കിട്ടിയാൽ അതിലും അഭിമാനമുണ്ട് എന്ന രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ് സുഹൃത്തുക്കളെ? പിണറായി ഫുള്ളാവാൻ എനിക്ക് സാധിക്കില്ല, പക്ഷേ ഒരരയെങ്കിലും ആവാൻ ഞാൻ ശ്രമിക്കുമെന്നർത്ഥം. സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. തിരിച്ചറിഞ്ഞല്ലോ, നാട്ടുകാർക്കൊക്കെ ഇത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഇനി നമ്മുടെ വീടുകളിൽ എംബ്ലം വെക്കുന്നതിനെ പറ്റി ഒരു ചോദ്യമാണ്. എമ്മൻ ലക്ഷം വീട് പദ്ധതി ഉണ്ടായിരുന്നു എം എൻ ഗോവിന്ദനാരുടെ പേരിൽ. ഇപ്പൊ PM ആവാസ് യോജന അവര് പറഞ്ഞു PM ആവാസ് യോജന നടപ്പാക്കുമ്പോൾ അവരുടെ ഒരു ലോഗോ വെക്കണമെന്ന് പറഞ്ഞു, ചെറിയ എംബ്ലം. അപ്പൊ അവര് കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞു ഇത് വെക്കാൻ പറ്റില്ല, ഇത് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്നവരുടെ പ്രസ്റ്റീജ് പോകുന്നു. ഞങ്ങളത് പരിശോധിച്ചപ്പോൾ 30,000 വീടുകൾക്ക് ഇപ്പൊ കിട്ടും. ഈ ഒന്നാം ഘട്ടം 1.5 ലക്ഷം വെച്ച് കിട്ടും, 450 കോടി കിട്ടും. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ വീട് പണിയൊക്കെ പകുതിയായി കിടക്കുക. പാവപ്പെട്ടവന്റെ വീടാണ്. ഈ 1.5 ലക്ഷം കൊടുക്കാതെ ആ 1.5 ലക്ഷം കൂടി കൊടുത്താൽ ആ വീട് പണി പൂർത്തിയാക്കാം. വീട് പണി തുടങ്ങിയിട്ട് വീട് പണി വഴി കിടക്കാണ്. എന്താണ് അതിന്റെ മീതെ എംബ്ലം വെക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു. ആ തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞു ഞങ്ങൾ. എന്തൊരു ദുരന്ത തീരുമാനം ആലോചിച്ച് നോക്കി. നിങ്ങൾ പറയുന്നത് തെറ്റാണ് എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. എനിക്കാണ് അങ്ങനത്തെ ഒരു വീട്, ആ വീടിന്റെ ഉമ്മറത്ത് തന്നെ ഗവൺമെന്റിൽ നിന്ന് ഫ്രീ കിട്ടിയതാണെന്ന് തെളിയിക്കുന്ന ഒരു വലിയ എംബ്ലം വെക്കുന്നത് എന്തിനാണ്? നമ്മുടെ പണമല്ലേ, ഔദാര്യമല്ലല്ലോ, അത് ഓരോരുത്തരുടെ അവകാശമല്ലേ. ആ അവകാശത്തിന് മേലെ ഒരു ഗവൺമെന്റിന്റെ ചിത്രം പതിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അങ്ങനെ പതിപ്പിക്കണമെങ്കിൽ നമ്മൾ ഈ നാട്ടുകാരല്ലാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഉദാഹരണത്തിന് അമേരിക്കയിലത്തെ ഒരാൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കുന്നു, ഇന്ത്യയുടെ എംബ്ലം വേണമെങ്കിൽ വെച്ചോട്ടെ, ഇന്ത്യ ഉണ്ടാക്കി കൊടുത്ത വീടാണ് ഇത്. നമ്മുടെ നാട്ടില് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വീട് വെച്ചിരുന്നു, എന്നിട്ട് അവിടെ ഒരു എംബ്ലവും. ഇതിലൊരു അഭിമാനക്കേടും ഇദ്ദേഹം അടക്കമുള്ള ആളുകൾക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ തവണത്തെ പിണറായി വിജയൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ പൈസ വേണ്ട, ഇവർക്ക് വീട് വെക്കാനുള്ള പൈസ മുഴുവനായിട്ട് ഞങ്ങൾ തന്നെ കൊടുത്തോളാം. അങ്ങനെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് 5 ലക്ഷത്തോളം വീടുകൾ ഇവിടെ നാട്ടിൽ പണി തീർത്തത്. എന്തേ അത് ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല? എന്റെ പ്രിയ സുഹൃത്തുക്കൾ, അങ്ങനെ ആലോചിക്കുക. എന്തേ അങ്ങനെ ഒരു ആർജവത്തോട് തീരുമാനമെടുക്കാൻ നമ്മുടെ ഈ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല? ഒരു മടിയും കൂടാതെ നമ്മുടെ ആത്മാഭിമാനം ഇങ്ങനെ പണയം വെക്കാൻ വേണ്ടി കൊടുക്കുന്നത് എന്തിനാണ്? ബൈ.